കോവിഡ് മഹാമാരിയും ഷഹീൻ ചുഴലിക്കാറ്റുമടക്കം രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികളെ അനായാസമായി അതിജീവിച്ചുകൊണ്ടാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. സ്വദേശി പൌരന്മാരെയും മലയാളികളടക്കമുള്ള പ്രവാസികളെയും സുൽത്താൻ ഇക്കാലത്ത് ഒരുപോലെ ചേർത്തു നിർത്തി. അൽബറാക്ക് കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം 4ാം വാർഷികത്തിൽ നിരവധി ജനപ്രിയ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകി. റെസിഡൻഷ്യൽ, നോൺ റെസിഡൻഷ്യൽ വിഭാഗങ്ങൾക്കുള്ള കുടിവെള്ളത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മസ്കറ്റിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള വക്കാൻ ഗ്രാമത്തിന്റെയും വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ജബൽ അൽ അബൈത്ത് പ്രദേശത്തിന്റെയും വികസനത്തിന് സമയപരിധി നിശ്ചയിച്ചു. വിവിധ സർക്കാർ ഫീസുകൾ വെട്ടിക്കുറച്ചതും റദ്ദാക്കിയതുമടക്കം നിരവധി ജനപ്രിയ തീരുമാനങ്ങളുമുണ്ടായി. ദേശീയ നയത്തിന് മന്ത്രിസഭാ കൌൺസിൽ അംഗീകാരം നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഒമാനിൽ ജയിലിൽ കഴിയുന്ന 207 തടവുകാർക്ക് മോചനം നൽകാനും സുൽത്താൻ ഉത്തരവിട്ടു. ഒമാന്റെ പുതിയ നവോത്ഥാനം എന്ന പേരിൽ ഈ മാസം 11 മുതൽ അടുത്ത മാസം 11 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 20% ഇളവുകൾ നൽകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് അറിയിച്ചു. സുൽത്താന്റെ സ്ഥാനാരോഹണ ദിവസമായ ഇന്ന് രാജ്യത്ത് പൊതു അവധിയും നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.